ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് മലപ്പുറം ജില്ലയിലെ മേൽമുറിക്കടുത്താണ് ആമസോണിയ ഗപ്പി ഫാം. അപ്പോൾ ഒരു കുറച്ച് കാലം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു ഫാം ഫേമസ് ആയത് ചക്കരക്കിഴങ്ങിൽ ഇവിടെ ഗപ്പികളെ വളർത്തിയിരുന്നു. അത് അത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇടയ്ക്ക് എത്തിയിട്ട് പുതിയ അപ്ഡേഷൻ വീഡിയോ എടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. എൻ്റെ പേര് എന്നോട് പറഞ്ഞു. എൻ്റെ പേര് വിഷ്ണു. നമ്മുടെ ഫാമിൻ്റെ പേര് ആമസോണിയ. നമ്മൾ കുറച്ച് കാലം മുന്നോട്ട് വന്നു അല്ലേ? ഇപ്പോൾ എത്ര ഐറ്റം നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാനുള്ള ഗപ്പികളൊക്കെ? 7 ഐറ്റംസ് ഉണ്ട്. അതിൽ റെഡ് ഇയർ കോയാണ് മെയിനായിട്ട് അതാണ് തരംഗ അല്ലേ? ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ആമസോണിൻ്റെ ഗപ്പി ഫാമിക്ക് വന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഗപ്പികളുള്ളത് റെഡ് ഇയർ കോയി. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ അതാണ്. നല്ല തരംഗമായിരിക്കും അല്ലേ? നല്ല ഡിമാൻഡാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഗപ്പി ഫാമിൽ 7 ഐറ്റം ഗപ്പിന് അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മളെ റെഡ് ഇയർ കോയിയാണ്. പിന്നെ എന്താ 6 ഐറ്റം മോളിയില്ലേ? മോളി എത്ര ഐറ്റം ഉണ്ട്? മോളി ഒരു 3 ഐറ്റം ഉണ്ട്. 3 ഐറ്റം മോളിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ ഇവിടുത്തെ ഗപ്പികൾ 7 ഐറ്റം ഗപ്പികളുണ്ട്. അതിന് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് നോക്കാം. എന്നിട്ട് നമ്മളെ മോളിയൊക്കെ നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആമസോണിയ ഗപ്പി ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ചിലവ് കുറഞ്ഞ രീതിയിൽ ഫ്രിഡ്ജിൻ്റെ കേസ്, ഷീറ്റ് ഇറക്കിയിട്ട് പടുതാക്കുളങ്ങളിലൊക്കെയാണ് നമ്മൾ ഇവിടെ ഗപ്പികൾ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. പിന്നെ അന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഇതുണ്ടായിരുന്നു. കാരണം അന്ന് ഇവിടെ ചക്കരക്കിഴങ്ങായിരുന്നു ഇവിടുത്തെ തരംഗായി പോയത്. ഇപ്പോൾ നല്ല ചൂടാണ്, അത്രയും ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചക്കരക്കിഴങ്ങ് ഇപ്പോൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് സെറ്റ് ആവുന്നില്ല. ഏകദേശം ഒരു മഴ തുടങ്ങണ നേരത്ത് അത് വീണ്ടും ഇവിടെ തുടങ്ങും. അതാണ് ഒരു സംഭവം. നല്ല അടിപൊളി ഫിൽട്രേഷൻ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയുടെ മെയിനായിട്ട് ഹൈലൈറ്റ് വരാൻ പോകുന്നത് നമ്മുടെ അൽബിനോ റെഡ് ഇയർ കോയി ആയിരുന്നു. എല്ലാവരും ഏത് സമയത്തുകളും ആളുകൾ എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ഐറ്റമാണ് അൽബിനോ റെഡ് ഇയർ കോയി കേട്ടോ. റെഡ് ഇയറിന് ഫീമെയിലിന് നല്ല റെഡ് ഇയർ വരുന്നത്. അപ്പോൾ അതിവിടെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അതൊരു സംഭവം തന്നെയാണ്. അതിനായിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 7 ഐറ്റം ഗപ്പികളുണ്ട്. മോളീസൊക്കെ ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് മോളീസൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മളെ ഗപ്പികൾ നോക്കിയിട്ട് നമുക്ക് മോളീസൊക്കെ നോക്കിയിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് കേസിൽ പിന്നെ വലിയ പോണ്ടുകളുണ്ട്. പിന്നെ അതേപോലെ ഈ ആൽബിനോ കോയി എന്നൊക്കെ ഇങ്ങനത്തെ പോണ്ടിലാണ്. ആൽബിനോ കോയിക്ക് മാത്രം നമ്മളെ റെഡ് ഇയർ കോയിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി സെറ്റ് ഫുള്ള് ടാങ്ക് ഇവിടെ സെറ്റ് ആക്കിയിട്ടില്ലേ? അതിന് മാത്രമായിട്ട് എത്ര ടാങ്ക് ഇങ്ങനത്തെ പാട്ടാക്കിയിട്ട്? ഇവിടെ 10 ടാങ്കിലുണ്ട്. 10 ടാങ്ക് ചെയ്തിട്ടുണ്ടോ അല്ലേ? പിന്നെ ഒരു 5 ഫ്രിഡ്ജ് ബോക്സിലുണ്ട്. ഇതന്നെ ചെയ്തിട്ടുണ്ട് ബൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ നമ്മൾ അന്ന് കണ്ട ചക്കരക്കിഴങ്ങൊക്കെ ഇപ്പം എന്താ വെയിൽ കൂടുതൽ ചൂടായതിനെ കൊണ്ടേ അതിന് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. വാടുണ്ട്, പിന്നെ ചീയാണ്. അപ്പോൾ അത് ഒഴിവാക്കിയതാണ്. അതെ, ഇനി വെയിലൊന്നും മാറി കഴിഞ്ഞാൽ ശരിയാക്കണം അല്ലേ? ശരിയാക്കണം. അത് നല്ല ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കല്ലേ. ഇതിപ്പോൾ ഏതാണ്? ഇത് പ്ലാറ്റിനം വൈറ്റ്. പ്ലാറ്റിനം വൈറ്റ് അല്ലേ? ഇപ്പോൾ നല്ല അത്യാവശ്യം ആളുകൾ ചോദിച്ചു വരുന്ന ലൈറ്റാണ്. ഓക്കെ. ജുവൽ സൈസ് അപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ഒരു കുറച്ചുകൂടി കയറാണ്ട്. ഇത് പിന്നെ വേറൊരു കളർ ഇതിലേക്ക് ഇറങ്ങില്ല. കറക്റ്റ് ആയിട്ട് ഈ കളർ കിട്ടും അല്ലേ? ഇതിപ്പോൾ എന്തായിരിക്കും മാർക്കറ്റ് പ്രൈസ് വരുന്നത്? 150 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇതെടുത്തത് ഇത് മെറ്റൽ ബ്ലൂ അല്ലേ? ഇതാണ് മെറ്റൽ ബ്ലൂ ലേസിന്റെ മെറ്റൽ പറഞ്ഞിട്ട് പുതിയ ഇറങ്ങിയാണ്. അതെ, മെറ്റൽ പ്രിന്റ് ആയിരിക്കും. പിന്നെ അതിന് കുറച്ച് റെഡ് ഇറങ്ങും. ഇപ്പൊ അതിൽ തന്നെ കാണാം 2 റെഡ് 3 റെഡ് ഉണ്ട്. പക്ഷെ റെഡും കാണാൻ നല്ല അടിപൊളിയാണ്. കൂടുതൽ ഇറങ്ങുന്നത് ഈ ബ്ലൂ തന്നെയാണ്. റെഡും നല്ല രസമുള്ള നല്ല തന്നെയാണ്. ഇതിനൊരു മാർക്കറ്റിൽ ഒരു 200 രൂപ അറേഞ്ച് വരും. പുതിയ സ്ട്രെയിൻ വന്നത് അല്ലേ? ഫീമെയിൽ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ്, ഒരു ബലൂൺ ടൈപ്പ് ആയിരിക്കും. നല്ല കുട്ടികൾ ഇറങ്ങും. നല്ല കുട്ടികളൊന്നും കഴിക്കില്ല. അങ്ങനെ കഴിക്കില്ല അല്ലേ? ഇത് പ്ലാറ്റിനം കോയി. ഇത് നല്ലപോലെ മക്കൾ ഇറങ്ങുന്നതാണ്. നല്ല ബൾക്കായിട്ടുണ്ടാവും. കിട്ടൂല്ലേ? ഇതിപ്പോ എത്ര നമുക്ക് ശതമാനം സ്റ്റേബിൾ പറയാൻ പറ്റും? ഇതൊരു 95-99% സ്റ്റേബിൾ തന്നെയാണ്. എല്ലാത്തിനും ഇയറും അതേപോലെ കോഴി ഇറങ്ങുന്നുണ്ട്, കിട്ടുന്നുണ്ട് അല്ലേ? ഇതിപ്പോ എന്തൊരു മാർക്കറ്റിലൊക്കെ ഇതൊരു 100 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അതിപ്പോ എന്തായാലും ഇപ്പൊ ഒരു ഫാം ആയത് വേണം നിർബന്ധമല്ലേ? നമ്മളെ ഫുൾ റെഡ് ആൾക്കാരുള്ള സാധനമാണ്. നോർമൽ ഫുൾ റെഡ് അല്ലത്? നല്ല ബോഡി ലെങ്ത് വരും അല്ലേ? നല്ല ലെങ്ത് വരും. നല്ല ഫാൻ ടൈലായിട്ട് വരും ഇതിനല്ലേ? ഇത് ഫുൾ റെഡിന്റെ ഫ്ലവർ ഡോർസലാണ്. ഫ്ലവർ ഡോർസൽ സൈസ് ആകുമ്പോഴാണ് ഡോർസൽ ഫ്ലവർ പോലെ ശരിക്കും ഫീമെയിലിനൊക്കെ കാണിക്കുന്നത് അല്ലേ? ബ്രൂഡിനൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് അറിയാം. ഇത് കുറച്ച് ഫസ്റ്റ് ബ്രീഡിങ് സെക്കൻഡ് ബ്രീഡിങ് സ്റ്റേജ് ആയിട്ടുള്ളൂ. ഇതെന്തായിരിക്കും മാർക്കറ്റ് പ്രൈസ്? ഇതൊരു 100 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? വൈറ്റ് ഇയർ തന്നെ വൈറ്റ് ഇയർ അൽബിനോയിൽ വരുന്നത് വൈറ്റ് ഇയർ വരുന്നത് അല്ലേ? ഇതിപ്പോ എല്ലാത്തിലും ഇയർ കാണിക്കുന്നതാണ്. എല്ലാത്തിനും ഉണ്ടാവും ഇയർ കാണിക്കുന്നതാണ്. ഇതിപ്പോ എന്തുവരും മാർക്കറ്റിലൊക്കെ റേഞ്ച് വരും? 120 രൂപ ആ റേഞ്ചിലാണ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇത് ബ്ലാക്ക് ആയി കോയി.
ഇതിന്റെ ബ്ലാക്ക് ഐ ഉണ്ടല്ലേ. ഇത് റെഡ് ഇയർ കോയിന്റെ അതേ ലൈനാണ്, പക്ഷെ ബ്ലാക്ക് ഐ ആയിരിക്കും. ഓ ഓ, ഇത് ഫസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് വളർത്താൻ നല്ലതാണ്. അൽബിൻ അല്ലാത്തോണ്ട് അല്ലാത്ത ഓക്കെ. ശരിക്കും ഇത് ഒരു ഗ്രീൻ വാട്ടറിലാവുമ്പോ നല്ല കളർ കാണിക്കും അല്ലേ. ഇത് നല്ല സ്റ്റേബിൾ ലൈൻ തന്നെയാണ്. സ്റ്റേബിൾ ലൈൻ തന്നെ. ഓക്കെ. ബ്ലാക്ക് ഐ ആണെന്ന് തോന്നുന്നല്ലേ, കണ്ട ശരിക്കും അൽബിൻ തന്നെ തോന്നുന്നു അല്ലേ. ടോപ്പ് വ്യൂ കണ്ട അൽബിനോ കോയിനെ ശരിയാ. പക്ഷെ അത്ര വലിയ തിക്നെസ് ബോഡി വരുന്നില്ല, സൈസ് കുറവായിരിക്കും. ഇത് മാക്സിമം സൈസ് ആണ്, സൈസാ കാണിക്കുന്നത് അല്ലേ. കുറച്ചുകൂടി ഫീമെയിൽ ഒരു ഉരുണ്ട് വരും. നമുക്ക് ഇതിനൊന്ന് കുറെ കുഞ്ഞുങ്ങൾ കിട്ടലുണ്ടോ? നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. കുഞ്ഞുങ്ങളെ കഴിക്കൊന്നുമില്ല, അങ്ങനെ കഴിക്കുന്നില്ല അല്ലേ. ഇത് എന്തൊരു മാർക്കറ്റ്? ഇതൊരു 100 രൂപ ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറച്ച് ഗപ്പികൾ നോക്കി. ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഗപ്പികൾ ചെയ്യുന്നത് അൽബിനോ റെഡ് ഇയർ കോയിയാണ്. അതൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ അൽബിനോ റെഡ് ഇയർ കോയി സെറ്റാക്കിയിട്ട് ഒരുപാട് ടാങ്കിൽ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു അധികം ഫാമിലൊന്നും ഇത്രയും ബൾക്കായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് വളർത്താൻ കുറച്ച് പ്രയാസമൊന്നുമില്ല, പക്ഷേ അത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാം പക്കാ ക്വാളിറ്റിയിൽ റെഡ് ഇയർ കോയി ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കാണിക്കുന്നത്, ഈ സൈഡിൽ നമ്മൾ അൽബിനോ റെഡ് ഇയർ കോയിലുണ്ട്, അപ്പുറത്തും അൽബിനോ റെഡ് ഇയർ കോയി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചു നിന്നിട്ട് നമുക്ക് അതിൻ്റെ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ മാർക്കറ്റ് റേഞ്ചൊക്കെ നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും നമ്മൾ ഫസ്റ്റിൽ ഇൻഡോർ കാണിച്ച ഇത്രയും ടാങ്കിലാണ് ഇപ്പോൾ നമ്മുടെ റെഡ് ഇയർ കോയി ചെയ്യുന്നത് അല്ലേ. ഇതിലിപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തണോ അതോ ജനറൽ സൈസ് ആണെങ്കിലും? അല്ല, ബ്രൂഡ് അപ്പുറത്തുണ്ട്. അതിന് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് ഇവിടെ ഇടും. ഇവിടെ ഇത് നമ്മൾ 2 സ്റ്റേജിലാണ് സെയിൽ ചെയ്യുന്നത്. ഒന്ന് റെഡ് ഇയർ ഇറങ്ങാത്തതും ഒന്ന് റെഡ് ഇയർ ഇറങ്ങിയതും. ഇവർക്കൊക്കെ ഭാവിയിൽ റെഡ് ഇയർ വരും. പക്ഷെ സെക്കൻഡ് ബ്രീഡിങ്ങോ തേർഡ് ബ്രീഡിംഗ് ഒക്കെ ആവണം റെഡ് ഇയർ പക്കാ ഫീമെയിലിന് കയറണമെങ്കിൽ. അപ്പോ അങ്ങനെ ആവുമ്പോള് റെഡ് ഇയർ കയറിയതിന് നമ്മളൊരു മാർക്കറ്റിൽ ഒരു 300 അങ്ങനെ ഉണ്ടാവും. പക്ഷെ റെഡ് ഇയർ കയറാത്താണെങ്കിൽ നമ്മൾ 150 രൂപ ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഭംഗി റെഡ് ഇയർ കയറും, എല്ലാത്തിനും കയറും. പക്ഷെ ടൈം പിടിക്കും. മെയിലിന് ജൂനിലാവുമ്പോ തന്നെ റെഡ് ഇയർ കയറിയിട്ടുണ്ടാവും. ഫീമെയിലാണ് ഒരു സ്ലോ ആയിട്ട് വരുന്നത്. ഇതില് വേറെ കാര്യമുണ്ട്, ഫീമെയിൽ സെയിലായി പോയില്ലാന്നുണ്ടെങ്കിലും റെഡ് ഇയറിൽ പിന്നെ അതിന് റേറ്റ് കൂടെ വരും. ബാക്കി കപ്പിയിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ പ്രത്യേകത ഉള്ള സ്ട്രെയിൻ ആണ് റെഡ് ഇയർ. റെഡ് ഇയർ എങ്ങനെ ചെയ്താലും ചെയ്യുന്നവർക്ക് മെച്ചം ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് അത് എത്ര പഴകണോ അത്രയും അതിന്റെ ഡിമാൻഡ് ഫീമെയിലിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. 4 മാസം 5 മാസം ആകുമ്പോഴേക്ക് നല്ല ലുക്ക് ആയിരിക്കും. ആണ് അതിന്റെ നമ്മൾ ശരിക്കും ഒരു കോയിക്കാർപ്പിന്റെ അതാണ് അത്രയും ഇതല്ലേ, തിക്നെസ് ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എപ്പോഴും മാർക്കറ്റുള്ള ഗപ്പി എന്ന് പറഞ്ഞാൽ റെഡ് ഇയർ കോയി തന്നെയാണ്. ഓരോ ടാങ്കിൽ ഇപ്പൊ ഓരോ ബാച്ച് ആയിരിക്കും. ഓരോ ബാച്ചാണ്. ഒരു ടാങ്കില് വെള്ളം പിടിച്ചു വെച്ചിട്ട് അതില് ഇതേപോലെ വാഴയുടെ ഇല ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒന്ന് ഡാർക്ക് ആക്കും. എന്നിട്ടാണ് റെഡ് ഇയറിന് ഇറക്കല്. 2 ദിവസം കഴിഞ്ഞിട്ട് ഇടുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല. എത്ര തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഒന്നും റെഡ് ഇയറിന് പ്രശ്നം വരില്ല. പിന്നെ ആഴം വളരെ കുറവ്. അതെല്ലാ ഗപ്പിക്കും എത്ര ആയം മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടിയോണ്ടാണ് ഇങ്ങനെ സെറ്റപ്പ് ആക്കിയത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. റെഡ് ഇയർ ആണേനും അധികം എല്ലായിടത്തും റെഡ് ഇയർ ആരെ കമ്മി ഉണ്ടാവുക. റെഡ് ഇയർ ആണ് ഏറെ ചെയ്ത്. അപ്പൊ ഇതിന് എത്ര ബ്രൂഡ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് വളർത്താൻ വേണ്ടിട്ട്? ഇവിടെ ഒരു 25-ഓളം പേര് ഇതിനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത്രയും ചെയ്യാൻ വേണ്ടിട്ട്. അത് പല ബോക്സിലായിട്ടാണ് ചെയ്തത്. ഒരു ബോക്സിൽ തന്നെ ആകുമ്പോ പെട്ടെന്ന് അസുഖം വന്ന് എല്ലാവരും പോകുന്നുള്ളൊരു പേടിയിലാണ് നമ്മൾ പല ബോക്സിലാക്കിയിട്ട് ചെയ്തത്. അതേപോലെ തന്നെയാണ് മക്കളെ നമ്മൾ വലിയൊരു പോണ്ടിക്ക് ഇറക്കുന്നതിന് പകരം സെപ്പറേറ്റ് ഇറക്കാൻ കാരണം അതാണ്. ഇനി ആൽബിനോ വെറൈറ്റി ആയിട്ട് ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. നല്ല ഇമ്മ്യൂണിറ്റി പവർ. ശരിക്കും അപ്പൊ ഇവർക്ക് എന്ത് ഫുഡാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്? നമ്മള് പെല്ലറ്റ് കൊടുക്കും. നമ്മളൊരു ഫ്രൈസ് ഉണ്ടായ ഒരു 10 ദിവസം വരെ അർട്ടീമിയ കൊടുക്കും എന്നും. കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെല്ലറ്റ് മാറും. എന്ത് പെല്ലറ്റാണ്? ഏത് പെല്ലറ്റ്? DD റെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഷ് ഫുഡ് ഉണ്ട്. അത് നല്ല റെഡ് കയറും. നല്ല മറ്റുള്ള കപ്പികൾക്കും കൊടുക്കാൻ പറ്റും. റെഡ് കളറിലതിന് DD റെഡ് പറഞ്ഞിട്ടൊരു കളർ, നല്ല റെഡ് കളർ കയറും. അർട്ടിമി എത്ര നേരമൊക്കെ കൊടുക്കലോ? അർട്ടിമി 2 നേരം. മക്കളാകുമ്പോ മാത്രം അർട്ടിമി കൊടുക്കുള്ളൂ. ഒരു 10 ദിവസം 15 ദിവസം ഒക്കെ അത് കഴിഞ്ഞാൽ അർട്ടിമി നിർത്തും. അപ്പോഴേക്ക് ഗ്രോത്ത് കയറി ഉണ്ടാവും. ഇപ്പൊ ഒരു ബാച്ചിലുള്ള കുഞ്ഞുങ്ങളാകുമ്പോ ഇതിലേക്ക് ഞാൻ മറ്റോ രണ്ടാമത് ഇറങ്ങി ബാച്ച് ഇതിലേക്ക് ഇറക്കില്ല അല്ലേ? വേറെ ടൈമിലേക്ക് മാറ്റും. എന്നിട്ട് പിടിച്ചിട്ടേ പിന്നെ അതിൽ ഇറക്കുള്ളൂ. അടുത്ത ഫുള്ള് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തേക്ക് ഇറക്കുള്ളൂ. അങ്ങനെ ഉണ്ടല്ലേ? അല്ലാതെ ആ കഴിയണതിന് മുന്നേ അയക്കിട്ടില്ല.
അതുകൊണ്ടാണ് അത് ഇത്ര ക്വാളിറ്റിയിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? റെഡ് ഇയർ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ ബ്രൂഡ് എവിടെയാണ്? ബ്രൂഡ് പറഞ്ഞിട്ട് തന്നെ. ഓ, ഇതാണ് അതിന്റെ ബ്രൂഡ് അല്ലേ? ഇത് നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ കിട്ടലുണ്ട്? ഇതിന്നൊക്കെ നല്ല കിട്ടും, ഒരു 50-100 ആ റേഞ്ചിലൊക്കെ കിട്ടും. കുഞ്ഞുങ്ങളെ കിട്ടലുണ്ട്. നല്ല കളർ, ഇത്രയും തിക്നെസ് വരും അല്ലേ? എത്ര മാസം പ്രായമായിട്ടുണ്ടാവും? ഇതൊരു 6 മാസം പ്രായമായിട്ടുണ്ടാവും. ഇതൊക്കെ ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള ബ്രൂഡാണ്. ഇനി ഇതിന്ന് കുഞ്ഞുങ്ങളെ കിട്ടും. ഇതിപ്പോ കണ്ട പല ആൾക്കാരും കോഴിക്കാർപ്പ് അത്രയും സൈസും ഉണ്ടാവും. ഇനി ഇവിടെ ഉണ്ട്, ഇതതിന്റെ അടുത്തൊരു ബ്രൂഡ് സെറ്റ് ആക്കിയത്. പല ടാങ്കിലിട്ടിട്ടാണ് ബ്രൂഡിന്റെ ചേര്. പിന്നെ ബ്രീഡിംഗ് കേജ് വരയ്ക്കാൻ എല്ലാം വെക്കല്ല. ഇല്ല, അപ്പൊ കുഞ്ഞുങ്ങളെ കഴിക്കില്ല. ആറ്റങ്ങൾ മാറി ഇന്നോളും കുഞ്ഞുങ്ങളെ. അതെ, കുഞ്ഞുങ്ങളെ കിട്ടലുണ്ട് അല്ലേ? പിന്നെ റെഡ് ഇയറിനെ സംബന്ധിച്ച് അതിന്റെ ബ്രൂഡാണ് മെയിൻ നമുക്ക്. അത് നല്ല അടിപൊളി സെറ്റ് ആക്കണം. അപ്പൊ അവർക്ക് സ്ട്രെസ് ഒന്നും കൊടുക്കാക്കാൻ വേണ്ടിട്ട് ബ്രീഡിംഗ് കേജ് വെക്കല്ല. ബ്രീഡിംഗ് കേജ് വെച്ചാൽ അതിലേറെ കുഞ്ഞുങ്ങളെ കിട്ടൂല്ലേ? അതിന് സ്ട്രെസ് അടിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ അതിന്റെ ബ്രൂഡ് അല്ലേ? ഇത് ബ്രൂഡ് സെറ്റ് ആയി വരുന്നുള്ളൂ. ഇതിപ്പോ ഒരു സെക്കൻഡ് ബ്രീഡിങ് കഴിഞ്ഞിട്ടുണ്ടാവും. വേണ്ട, ഇയർ കയറി ഇങ്ങനെ വരുന്നുള്ളൂ. ഇനി ഇങ്ങനെ ഒരു 3rd 4th ബ്രീഡിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഇയർ കയറും, നല്ലോണം കയറി വരും. മറ്റുള്ള ഗപ്പികളെ മാതിരിയല്ല, ഫീമെയിലിന് വയസ്സാകും തോറും ഭംഗിയാണ് കൂടുതൽ. ഫീമെയിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഗപ്പി റെഡ് ഇയർ. അതെ. പിന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും ആ സമയത്ത് അല്ലേ? മഴയും വെയിലൊന്നും ഇവർക്ക് വിഷയമല്ല. ഒന്ന് ഉരുണ്ട് സൈസായി വരാണ്ട് അത് ആയി കഴിഞ്ഞപ്പോ ഇതടുത്ത ബ്രൂഡ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോ എത്ര ഫീമെയിലും മെയിൽ ഇട്ടുന്നത്? ഇതില് 10 ഫീമെയിലും ഒരു 4 മെയിലും ഇടും. ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് വന്നു കഴിഞ്ഞാല് പിന്നെ നല്ല മക്കളിറങ്ങും, നല്ല ഇമ്മ്യൂണിറ്റി പവർ ആവും. ആ സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ? അവരാരും മെച്ചൂർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സൂപ്പറായി അല്ലേ? ഒരുപാട് വ്യത്യസ്തമായ ഗപ്പി ശരിക്കും പറയാം അല്ലേ? ഇത് ആമ്പല് വളർത്തുന്നത് അല്ലേ? ഇതിപ്പോ ഒരു 2 മാസത്തിനടുത്തായിട്ടുണ്ടാവുള്ളൂ ഇത്. അപ്പോൾ തന്നെ മെയിലും ഫീമെയിലും തിരിഞ്ഞു. ഇപ്പൊ തന്നെ തീയണ്ടോ, എല്ലാ മെയിലിനും ഇയർ കയറൽ തുടങ്ങി. മെയിലിനൊക്കെ ഇയർ വന്നു, പക്ഷെ ഫീമെയിലിന് ഇയർ വന്നിട്ടില്ല. ഫീമെയിലിന് അതാണ് സൈസ് ആവും ഇയർ വരാൻ. അതാണ് റെഡ് ഇയർ ഉള്ള ഫീമെയിലിന് നല്ല ഡിമാൻഡാണ്. ഇയർ ഇല്ലാച്ചിട്ട് വിഷമിക്കുന്നു വേണ്ട, പിന്നെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വരും. എല്ലാത്തിനും വരും. ഇത് പാമ്പിലൊക്കെ സെറ്റ് ആക്കിയപ്പോഴേക്കും അതിന്റെ ഭംഗി നല്ല അല്ലേ? ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ ചെയ്യാം. കുറെ കാലങ്ങൾ ചെയ്ത് നമുക്ക് നല്ല സ്റ്റേബിൾ ആയതാണ്. നല്ല ഇമ്മ്യൂണിറ്റി പവറും ഉണ്ട് അല്ലേ? ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മൾ അൽബിനോ റെഡ് ഇയർ കോയി ഇവിടെ വളർത്തുന്ന രീതി? ബൾക്കായിട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 10-25ഓളം പെയർ ഇവിടെ ബ്രൂഡ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ഗപ്പികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗപ്പി എന്ന് തന്നെ പറയാം. കാരണം ഫീമെയിൽ ഏകദേശം ഏജ് ആവും തോറുമാണ് അതിൻ്റെ ഭംഗി വരുന്നത്. ഏജ് ആവും തോറും പിന്നെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവറും കൂടും. ഇമ്മ്യൂണിറ്റി പവർ പറഞ്ഞാൽ അതിന് അധികം അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരില്ല, പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങളും കിട്ടും. പിന്നെ ഒരു ഫീമെയിലിന് ഒരു ഇയർ വരുന്നത് കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ആയിട്ടാണ്, പക്ഷേ വന്നു കഴിഞ്ഞാൽ സംഭവം നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. നമ്മളതിൻ്റെ ഇയറുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ കാണിച്ചു. അപ്പോൾ ഇവിടെ വളർത്തുന്ന രീതി പറഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ ബൾക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഫാമിൽ, ഈ അമസോണിയ ഗപ്പി ഫാമിൽ ഇപ്പോൾ ഈ ഒരു റെഡ് ഇയർ കോയി ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആളുകൾ ചോദിച്ചു വരുന്നതായിട്ട് നമ്മൾ ഫുൾ റെഡ് ഫുൾ ബ്ലാക്ക് ഒക്കെ ഏത് സമയത്തും ആളുകൾ ചോദിച്ചു വരുന്നത്, അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മൾ അൽബിനോ റെഡ് ഇയർ കോയി ഇപ്പോഴും ചോദിച്ചു വരുന്നതാണ്. കാരണം അതിൻ്റെ ഭംഗി തന്നെയാണ് പറയുക. ഏത് ടാങ്കിലും, പ്ലാന്റഡ് ടാങ്ക് ആണെങ്കിലും ഏത് നോർമൽ ടാങ്ക് ആണെങ്കിലും നല്ല ഭംഗിയാണ്. സൈഡ് വ്യൂ ആണെങ്കിലും മോൾ വ്യൂ ആണ്. അതാണ് ആ ഒരു ഫിഷിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത കുറച്ച് ഐറ്റം കൂടി നമുക്ക് നോക്കി നോക്കാണ്ട്. അടുത്തത് നമ്മളെ ഇത് പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയർ വരുന്നത് അല്ലേ? ഇതിലിപ്പോൾ നമുക്ക് ഒന്നും വർണ്ണിക്കാനൊന്നും ഉണ്ടാവില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അല്ലേ? എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്ക് അറിഞ്ഞ സാധനമാണ്. നല്ല ബോഡി തിക്നെസ് വരും. എങ്ങനെ വളർത്താം, അതെ. അത്ര വലിയ വെയിലായാലും മഴയായാലും ഒരു കുഴപ്പമില്ല. പ്ലാന്റ് ടാങ്കിലോ പ്ലാന്റ് അല്ലാത്ത ടാങ്കിലോ എങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്യുമ്പോൾ നല്ല ബ്ലൂ കളർ നല്ല കാണിക്കുന്നുണ്ടാവും. ഇതെന്തോ ഒരു മാർക്കറ്റ് റേഞ്ച് ഒക്കെ? ഇതൊരു 80 റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇപ്പുറത്ത് കാണുന്നത് എന്തായിരുന്നു? അത് ഫുൾ റെഡ് അല്ലേ? ഇനി ഇവിടെ ബൾക്ക് ചെയ്യുന്ന സാധനമാണ്. ഇത് ഫുൾ ബ്ലാക്ക് ആണ്. ഇത് അത്യാവശ്യം ബൾക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉണ്ടാവും. ഇയർ കാണിക്കുന്നതാണ്. നല്ല ഇയർ കാണിക്കും, നല്ല ബോഡി ലെങ്ത് വരും, തിക്നെസ് ഒക്കെ വരും. ഫീമെയിൽ നല്ല ബോഡി തിക്നെസ് ഫീമെയിലും വരും അല്ലേ? നല്ല മക്കളും ഇറങ്ങും, എങ്ങനെയാണെങ്കിലും ഉണ്ടാവും. അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാണ്.
ഒരു പെയർ എടുത്താൽ തന്നെ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഒരു 100-200 പീസൊക്കെ സെയിലിൽ തന്നെ റെഡി ആയി കിട്ടും. ഓ അത്രയും പവർഫുൾ അല്ലേ. ഇതിപ്പോ എന്റെ അടുത്ത് ഈ ലൈൻ ഒരു 5 വർഷമായിട്ടായി ഈ ലൈൻ ഇവിടെ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴും ആ ഒരു ലൈനിൽ മാറ്റം വന്നിട്ടില്ല അല്ലേ. നല്ല പവർഫുൾ ആയിട്ട് നല്ല ഇയറും ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ നമ്മളെ ഫുൾ ഡണ്ടിന്റെ അതേമാതിരി തന്നെ ഓക്കെ. ഇത് നമുക്ക് ചില്ലറായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ എന്ത് റേഞ്ച് വരും? ഒരു 80 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഹോൾസെയിൽ ആണെങ്കിൽ വേറെ റേഞ്ച് വരും, മാറ്റും അല്ലേ. ഇത് ബ്ലൂ ഗ്രാസാ വരുന്നത്. ടോപ്പ് വ്യൂ സൈഡ് വ്യൂ ആണ് ഏറ്റവും കൂടുതൽ ഭംഗി. ലൈറ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു ബ്ലൂ കളർ എടുത്ത് കാണിക്കുക അല്ലേ. ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് അക്കൂറത്തില് ഭയങ്കര നല്ല രസം വരും. ഇത് നമ്മുടെ അടുത്ത് ഒരുപാട് ബൾക്ക് ആയിട്ടുണ്ട്. ബൾക്ക് ചെയ്യുന്നുണ്ടോ? ഇതിന് ചിലപ്പോ റെഡ് കളർ ഇറങ്ങലുണ്ട്, പക്ഷെ റെഡ് കളറും അടിപൊളി തന്നെയാണ്. അത് കൂടുതൽ 90% ഈ കളറാണ് കാണുന്നത് ഇറങ്ങുന്നത്. ഇതെന്തൊരു മാർക്കറ്റിലൊക്കെ 80 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചു കാലം മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ് ചക്കരക്കിഴങ്ങ്, നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ. അതിവിടെ ഫ്രിഡ്ജ് കേസിലും വലിയ ടാങ്കിലും ഒക്കെ അത് സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം തന്നെയായിരുന്നു അത്. വെള്ളം അങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മത്സ്യങ്ങൾക്കൊരു ബ്രീഡിംഗ് കേജും കൂടി ആയിരുന്നു അത്. ഒരു സംഭവം അടിപൊളി. അന്ന് നമ്മൾ വൈറലായിരുന്നു ആ സംഭവം. അപ്പോൾ ഇപ്പോൾ നല്ല ചൂട് ഓവറായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആമസോണിയൻ ഗപ്പി ഫാമിൽ ഇപ്പോൾ അത് എടുത്ത് ഒഴിവാക്കിയത്. ഇനി ഏകദേശം ഒരു മെയ് മാസം പകുതിയൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ വേനൽമഴയും മഴയൊക്കെ തുടങ്ങും. അപ്പോൾ അവിടെ വീണ്ടും ഇത് തുടങ്ങും. കാരണം അത് ഒരിക്കലും നിർത്താൻ സാധിക്കില്ല. നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ്. ഞാനിപ്പോൾ വീട്ടിലത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അത് എല്ലാ ഗപ്പികൾക്കും, ഏത് അൽബിനോ ആണെങ്കിലും ബ്ലാക്ക് ഐ ആണെങ്കിലും എല്ലാ ഗപ്പികൾക്കും അത് ഷൂട്ടാവും ആ ഒരു സംഭവം, ആ ചക്രക്കിഴങ്ങിൻ്റെ. അപ്പോൾ അതിൻ്റെ നിങ്ങളെ ചിലർക്കത് എന്താണ് സംഭവം ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അന്നത്തെ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിന് ലിങ്ക് അതിലുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചക്രക്കിഴങ്ങ് എങ്ങനെ ഇവിടെ വളർത്തുന്നത്, അതൊക്കെ വിശദമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഗപ്പികളായിട്ടും നോക്കി. ഇനി ഇവിടെ നമ്മൾ ഇമ്പോർട്ടഡ് ഗപ്പി മോളീസ് ഉണ്ട്. അത് ഈ ഫാമിൻ്റെ കുറച്ച് അപ്പുറത്താണ്. നമുക്ക് അതുകൂടി നോക്കാം. ഓക്കെ. വീടിൻ്റെ അടുത്താണ് അക്വേറിയം ഒക്കെ സെറ്റാക്കിയത്. ഓ ഇവിടെ ഗപ്പികളാണ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ഇവിടെ ചെയ്യും, എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ട് ഇറക്കലാണ്. പോളാറുണ്ട്, പിന്നെ വെറ്റാസ് ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറ്റാസ് അല്ലേ. ഏതാ പോളാറ്? വൈറ്റും ബ്ലൂവും ചേർന്നെടുത്താണ്. അതിന്റെ കുഞ്ഞുങ്ങളാണ്. ഇവിടുന്ന് നല്ല റിസൾട്ട് ഇടുന്ന സാധനം നമ്മൾ അവിടെ ഇറക്കലുള്ളൂ. ഈ ബേസിലാ ചെയ്യണത്. ഇവിടെ കുറച്ച് ഗപ്പി ഉണ്ടല്ലോ. പുതിയ ഗപ്പികളൊക്കെ ഇവിടെ ചെയ്യല്. സാന്റാക്ലോസ് കാണിക്കുന്നപ്പോ താഴെ. ഇത് ഇവിടെ കൊടുക്കാണ്ടോ? അപ്പൊ കൊടുക്കാണ്ട്. ഇത് ജൂനിയൽസ് ആണ് കൊടുക്കാനുള്ളത്. ജൂനിയൽ സൈസ് അല്ലേ. കൊയ് ടൈപ്പ് കോഴിയാണ്. ഫീമെയിലിനും കൊയ് കാണിക്കും. ഇതിനൊരു 200 ആ റേഞ്ചിലാണ് വരുന്നത് അല്ലേ. ജൂനിയൽ സൈസ് അപ്പൊ ഉള്ളത്. ജൂനിയൽ സൈസ് ഉള്ളത് കോഴിയാണെങ്കിൽ 200, അല്ലെങ്കിൽ 150 ആ റേഞ്ചിലായിരുന്നു. അപ്പൊ ഇത് മെറ്റൽ ബ്ലാക്ക് ആണ്. നമ്മള് പഴയ സ്റ്റൈലിലെ കുഞ്ഞുങ്ങള് ഫീമെയിൽ സൈസും ഇതൊരു പേര് 80 റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ജൂനിയർ സൈസ് കാണിച്ചോണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് റീറ്റെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. റീറ്റെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് മോളീസുകൾ നോക്കാം അല്ലേ. മോളിലെ ഓറഞ്ച് ഹൈഫിൻ എന്ന് പറഞ്ഞിട്ട്. ഓറഞ്ച് ഹൈഫിൻ അല്ലേ. ഇവിടെ ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറങ്ങി അല്ലേ. ഇത് ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത്. ഒരു 250 ആ റേഞ്ചിനാണ് പേരിന് വരുന്നത്. ഫീമെയിൽ മെയിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. സാധിക്കുന്നത്. ഫീമെയിലാണ് കുറച്ചൊരു ബോഡി ഇതുണ്ടാവും, ടൈപ്പ് ആയിരിക്കും. ഇതിപ്പോ നമുക്ക് വേറെ കളർ വരുന്നത് അല്ല, ഇതിന് സെയിം കളറാണ്. കളറിനൊക്കെ കിട്ടുന്നുള്ളൂ. ഇത് സീബ്ര മൂൺ ടൈൽ എന്ന് പറഞ്ഞിട്ട് മൂൺ ടൈൽ അല്ലേ. ഇതില് സാധാ ടൈൽ ഇറങ്ങും, മൂൺ ടൈൽ ഇറങ്ങും. രണ്ടും അതിൽ ഇറങ്ങും. ഇയറും ഉണ്ടാവും, ചെറിയ ഇയറും കാണിക്കും അല്ലേ. ആ പ്രിന്റ് ആണ് അതിന്റെ ഭംഗി. ബ്ലാക്കും വൈറ്റും കൂടി. ഇതൊരു 300 ആ റേഞ്ചിലാണ് മാർക്കറ്റിലേക്ക് വരിക അല്ലേ. ഓ നല്ല രസമുണ്ട്. ഇവിടെ ബ്രീഡായ കുഞ്ഞുങ്ങൾ ഇറങ്ങിയോ? ആണ്. ഇത് കുഞ്ഞുങ്ങൾ ഇറങ്ങിയാണ് ഇവിടെ. അതെ. അവിടെ ഇറങ്ങിയിട്ട് കൊടുക്കാനുള്ളതാണ് അല്ലേ. അടിപൊളി. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ബ്രീഡ് ആവുന്നുണ്ട്. നമുക്കിത് കൊടുക്കാലോ. ഇപ്പൊ ജൂനിയലാണ്, ജൂനിയൽ സൈസാ കൊടുക്കാലോ അല്ലേ. 300 കൊടുക്കണേ, അല്ലെങ്കിൽ 1000 അത്ര വരൂല്ലേ. ഇത് നല്ല രസമുണ്ടല്ലോ. മൂൺ ടൈലും ആണ്. രണ്ടും കൂടി കൂടുതൽ അല്ലേ. ഇതില് പല കളർ ഇറങ്ങും. റെഡ് ഇറങ്ങും, പിന്നെ റെഡ് ഡോട്ട് ഇറങ്ങും. നല്ല ഇതല്ല ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ ഉള്ള നല്ല മൂളിയാണ്. ഇതിനൊരു 250-200 ആ റേഞ്ചിലാണ് മാർക്കറ്റിൽ വരിക അല്ലേ. ഫീമെയിലും മെയിലും ഇയർ കാണിക്കും. മൂൺടൈലും വരും. വേറെ കളർ ഒന്നും വരുന്നുണ്ട്. കളറ് പല കളർ ഇറങ്ങും, പക്ഷെ എല്ലാ കളറും നല്ല രസമുള്ള കളർ തന്നെയാണ്.
അധികം റെഡ് ആണ് ഇറങ്ങാറ്. റെഡ് ആണ് കിട്ടുക അല്ലേ? കണ്ടത് നല്ല മൂൺ ടൈലാണ്. ഇതിന്റെ ഇപ്പൊ നമുക്ക് എങ്ങനെ ബ്രീഡിങ് എങ്ങനെ ഇവിടെ ചെയ്യലപ്പോ? ഇത് ബ്രീഡിങ് എങ്ങനെ ബ്രീഡിങ് കേജ് ഒക്കെ വെച്ചിട്ടാണോ ചെയ്ത്? കേജ് വെക്കണം. കുഞ്ഞുങ്ങളെ കഴിക്കണ്ടാവും അല്ലേ? കഴിക്കും. അതിനാകുമ്പോൾ ഇവിടെ അങ്ങനെ ചെയ്തിട്ടല്ലേ? ചെയ്തിട്ടില്ലേ. ഇത് പിന്നെ കുഞ്ഞുങ്ങൾ വലുതായപ്പോ നമ്മള് കേജ് ഒഴിവാക്കിയാണ്. ഇതേമാതിരി കേജ് വെച്ചാൽ മതി, നല്ല കിട്ടുള്ളൂ. കിട്ടുള്ളൂ. ബാക്കി വളർത്തുന്ന എല്ലാം സെയിം ആയി തന്നെ അല്ലേ? പ്രത്യേക രീതി വളർത്തുന്നു വേണ്ട. ഇവർക്ക് മോശം വെള്ളം നല്ലതെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ ഉണ്ടല്ലേ? അത്ര കുഴപ്പമില്ല. പ്യൂർ വാട്ടർ ഒരു ആവശ്യമില്ല. കുറച്ച് വെയിലും വെളിച്ചമൊക്കെ നല്ല ഗ്രീൻ വാട്ടർ ആയിട്ടുള്ള അതിൽ നല്ല ഉണ്ടാവും അല്ലേ? അതിൽ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും. മറ്റുള്ള ഗപ്പികളെ മാതിരി പ്യൂർ വാട്ടർ ഒന്നും ഇവർക്ക് ആവശ്യമില്ല. പിന്നെ ഫിൽട്രേഷനും ആവശ്യമില്ല. തിക്നെസ് വെള്ളമാണ് വേണ്ടത് അല്ലേ? അതിൽ നല്ല ഉണ്ടാവും. നമുക്ക് ഈ മോളീസ് നിന്നൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ കിട്ടലുണ്ടോ? കിട്ടും. ഇതിന് ഒരു 10-20 കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. അതെ, നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അതെ, ബ്രീഡിംഗ് കേജ് എന്തായാലും വെക്കണം. എല്ലാം കുഞ്ഞുങ്ങളെ കഴിക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ. ഒത്തിരി ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ? നമുക്ക് തിരിച്ചങ്ങോട്ട് പോവാം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ വന്ന് മേടിക്കലുണ്ടോ? ഇവിടെ വന്ന് മേടിക്കൽ കുറവാണ്. നമ്മൾ അധികം കൊറിയറാണ് ചെയ്യുന്നത്. വേറൊരു ഇതുണ്ടായോണ്ട് ഇവിടെ വരല് കുറച്ച് റിസ്ക് ആയിരിക്കും. വരുമ്പോ വിളിച്ചിട്ട് വരണമെന്നുള്ളൂ. ഓക്കെ. എന്നാലും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് കൊറിയർ തന്നെയാണ്. അപ്പോൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. കൊറിയർ എല്ലാ സ്ഥലത്തുണ്ട്. നേരത്തെ കണ്ടില്ലേ ഫുൾ ബ്ലാക്കും ബ്ലൂ ഗ്രാസും ഇവിടെ മൊത്തമായിട്ടുണ്ട് പറഞ്ഞല്ലോ. അത് എങ്ങനെ കൊറിയർ ഉണ്ടാവും? കൊറിയർ ചെയ്യാൻ പറ്റും. എല്ലാതും കൊറിയർ ചെയ്യും. നമുക്കൊരു മിനിമം 200 രൂപക്കെങ്കിലും എല്ലാതും എടുക്കണം എന്നുള്ളൂ. കൊറിയറിന് വേണ്ടിയിട്ട്. പിന്നെ ബൾക്കായി എടുക്കുമ്പോൾ അവർക്ക് പ്രത്യേക സ്പെഷ്യൽ ആയിട്ട് ഓഫർ ഉണ്ടാവും. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മളെ ആമസോണിയ ഗപ്പി ഫാം? അപ്പോൾ ഏറ്റവും കൂടുതൽ തരംഗാൻ പോകുന്നത് ഇവിടുത്തെ അൽബിനോ റെഡ് ഇയർ കൊയ്യാണ്. അതൊരു ഇഷ്ടം പോലെ ഇവിടെ കൊടുക്കാറുണ്ട് അല്ലേ? ഏത് സമയത്തും അതിവിടെ അവൈലബിൾ ആണ്. കഴിഞ്ഞായിട്ട് 25ഓളം പേർ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളായിരുന്നു കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ആമസോണിയ ഗപ്പി ഫാം? എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടി എല്ലാവർക്കും ബൈ.